ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ രാവിലത്തെ ഒരു നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിയായപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ സാമ്പാറായിരുന്നു വെച്ചിരുന്നത്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമല്ലോ. പിന്നെ ഇവർ ഉറങ്ങി എഴുന്നേക്കാറായപ്പോഴേക്കും അടുത്തൊരു കറി കൂടി വെക്കാമെന്ന് കരുതി കേട്ടോ. കാരണം അപ്പോഴേക്കും ഇവരെ കുളിപ്പിക്കണം, ഞാൻ പോയി എൻ്റെ കാര്യങ്ങൾ നോക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്ന് പയറുകൊണ്ട് ഒരു വിഴുക്കുരട്ടി കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം രാവിലെ തന്നെ ഒരു കറി വെക്കുമ്പോൾ തന്നെ രണ്ടുപേരും അങ്ങോട്ട് വെപ്രാളവും കരച്ചിലൊക്കെ തുടങ്ങും. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടന് വയ്യാന്ന്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കറികളും ഒന്നും വയ്ക്കാൻ എന്നെക്കൊണ്ട് തനിച്ച് പാടാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പം രണ്ടുപേരും അനങ്ങാതെ അടുക്കളയിൽ ഇരുന്ന് ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രമൊക്കെ എടുത്ത് അതിൽ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പേപ്പറൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുത്ത് അവരും അതുപോലെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ പയറൊക്കെ അരിഞ്ഞ് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പി വെച്ചു. ആ സമയത്ത് രണ്ടുപേരും നന്നായിട്ട് എൻ്റെ പിറകിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെയാണ്. ഓരോ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പാട്ട് പാടുന്നത് കേട്ടോ. നമുക്കിപ്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിനകത്ത് ചെറുതായിട്ട് ചതച്ച വെളുത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ അത് വഴണ്ട് വരുന്ന സമയത്ത് അതിനകത്തേക്ക് സവാളയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ പയറും ഒക്കെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനകത്ത് അത്യാവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഉണക്ക മുളകുണ്ടല്ലോ അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൂടി നമുക്ക് ഇടാം. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൂടി കഴിക്കണം എന്നുള്ളതുകൊണ്ട് അധികം മുളക് പൊടി അങ്ങനെയുള്ള സാധനമൊന്നും ഇട്ടില്ല. നന്നായിട്ട് വേവിച്ചെടുത്ത് കേട്ടോ. അതിനകത്ത് ഈ സവാളയൊക്കെ ഉള്ളതുകൊണ്ട് ചോറിൻ്റെ കൂടെ ഞെവടിയിട്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ പയർ നമുക്കത് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കൊടുക്കരുത്. ഇതിനകത്ത് ഞെവടിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ എടുത്ത് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ അടുക്കള അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കമൊക്കെ വരുന്ന പിന്നെ കൃത്യസമയത്ത് വരെ കുളിപ്പിച്ച് ഉറക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് വന്ന ശേഷമാണ് രണ്ടു പേർക്കും ഫുഡ് ഉച്ചയ്ക്കുള്ള ചോറ് കൊടുത്തത് കേട്ടോ. അത് ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ പയറിൻ്റെ വിഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് രണ്ടുപേരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചില ദിവസം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരുപാട് കറി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് കഴിക്കണമെന്നൊന്നുമില്ല. അവർക്ക് തോന്നുന്ന ദിവസങ്ങളിൽ അവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. ഇന്ന് എന്തായാലും രണ്ടുപേരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസം ഇപ്പം വിശപ്പൊന്നും കാണില്ല, ഭയങ്കര മടിയാണ് കഴിക്കാൻ. അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ച ശേഷം എന്നെ വിളിച്ചുകൊണ്ട് ഉറക്കാൻ കൊണ്ടുപോവുകയാണ്. ഉറക്കുന്ന സമയത്ത് രണ്ടുപേരും സ്വന്തമായിട്ട് കതവൊക്കെ ഇങ്ങനെ ചാരും. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ വൈകുന്നേരം ഇതാണ് ഏത്തപ്പഴമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇത്തവണ കപ്പപ്പഴം കൊടുക്കാമെന്ന് കരുതി. കപ്പപ്പഴം എപ്പോഴും കൊടുക്കില്ല, ഇടയ്ക്കിടയ്ക്കാണ്. അങ്ങനെ രണ്ടുപേരും പഴമൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കുഞ്ഞാറ്റപ്പൻ്റെ കയ്യിൽ 2 പഴം ഉണ്ടായിരുന്നു. അമ്മയ്ക്കില്ലേന്ന് വെച്ചപ്പം എനിക്കൊരു പഴം തന്നെയാണ് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് ഒരു ചെറിയ കരച്ചിലിനൊക്കെ ശേഷം എൻ്റെ മടിയിൽ കയറി ഇരുന്നതാണ്. അങ്ങനെ പഴമൊക്കെ കഴിക്കാൻ രണ്ടുപേരും റെഡിയായിരിക്കണം. ഈ പഴം പ്രത്യേകിച്ച് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല, കാപ്പമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ്. പിന്നെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും അങ്ങനെ കപ്പപ്പഴമൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഒരാൾ പിറവി ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്തേക്ക് ആദ്യം അവളെ വിളിക്കാത്തതിൻ്റെ പരിഭവത്തിൽ മാറിയിരുന്നതാണ്. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റപ്പെണ്ണിനെയും വിളിച്ചു. കുഞ്ഞാറ്റപ്പെണ്ണ് അങ്ങനെ ആ ദേഷ്യത്തിന് ആദ്യം കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിനാണോ ഒന്നും അറിയില്ല, കയ്യിരുന്ന പഴം എടുത്ത് ഒറ്റ എറിയായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും കപ്പപ്പഴമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. രണ്ടുപേർക്കും ഇപ്പോൾ ഒരു മത്സരമെന്ന് പറയുന്നത് രണ്ടുപേർക്കും എൻ്റെ മടിയിരിക്കണം. ആരെങ്കിലും ഒരാളെ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരിഭവവും പിണക്കമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികവും മടിയിരുത്തത് ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്നത് രണ്ടുപേരെ. അങ്ങനെ ഇരുന്നാലും കുറച്ച് തറയിൽ തന്നെ രണ്ടുപേരെ ഇരുത്തിയാലും കുറച്ച് സമയം കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ഒരാളുടെ മേലെ ഒരാൾ എന്ന രീതി എൻ്റെ മടിയിൽ കയറിയിരിക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേരും പഴപ്പാപ്പമൊക്കെ കഴിക്കുകയാണ്. ഇങ്ങനെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാലും വൈകുന്നേരം ഒരു 4 മണി അല്ലെങ്കിൽ 3, 3:30, 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഉറക്കം എഴുന്നേൽക്കും. അപ്പോൾ ഒരു ചെറിയ വിശപ്പോടുകൂടെ ആണ് എഴുന്നേറ്റ് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെയാണ് കൊടുക്കുന്നത് കേട്ടോ.
ഒന്നെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങാതെയോ അല്ലെങ്കിൽ കപ്പപ്പഴമോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച ആപ്പിളോ അല്ലെങ്കിൽ നമുക്കിപ്പം മധുരക്കിഴങ്ങൊക്കെ കാണുമല്ലോ അത് പുഴുങ്ങിയോ അങ്ങനെയൊക്കെ കൊടുക്കാം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ശേഷം രണ്ടുപേരെയും കളിക്കാൻ വിടും. അതിനുശേഷം രണ്ടുപേരെയും കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഏൽപ്പിച്ച ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണ് ഉറക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും ഉറക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയതാണ്. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയതൊന്നുമില്ല, നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കുറച്ച് നേരമൊക്കെ ഉറക്കി. അങ്ങനെ ഉറക്കിയ ശേഷം ഈവനിങ് ഉറക്കമെന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് പിന്നെ അവരുടെ വണ്ടി കൊണ്ടുപോയി ഇരുത്തി കുറച്ച് നേരം കളിപ്പിക്കണം. അങ്ങനെ ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് ഉണങ്ങിയ തുണിയെല്ലാം കഴുകിയത് ഉണക്കി കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് മടക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കളിവണ്ടി കൊണ്ട് അടുത്ത് കൊണ്ട് ഇട്ടിട്ട് ഞാൻ മടക്കാതിരുന്നതാണ്. അപ്പം കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും എന്നെ സഹായിക്കുകയാണ്. അവരുടെ കുഞ്ഞു നിക്കറും കാര്യങ്ങളുമൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ തരികയാണ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതിലുള്ള നിക്കർ അവൾ തന്നെ എടുത്തുകൊണ്ട് പോയി സൂക്ഷിച്ച് അവളുടെ വണ്ടിയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടുവന്ന് വണ്ടിയിലാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇവിടെ വന്നാലും പ്രധാന പരിപാടി കതകടപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ അത് സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആരും ഇല്ലാത്ത സമയത്താണെങ്കിൽ കുഞ്ഞുങ്ങളകത്ത് കയറി കതകടയ്ക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് നല്ല രീതിയിൽ കുറ്റിയിടാൻ അറിയില്ല, എന്നാലും ഇങ്ങനെ കുറ്റിയിടാൻ വേണ്ടി നോക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ പുറത്തുനിന്ന് എപ്പോഴും കതക് കുറ്റിയിട്ടാക്കും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നൈറ്റ് ആയപ്പോഴേക്കും ചേട്ടൻ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മീൻ കുറച്ചെടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ കുറച്ച് ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചു പിറ്റേ ദിവസത്തേക്ക്. അങ്ങനെ കുറച്ച് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പച്ചച്ചിങ്ങിൻ്റെ പഴമായിരുന്നു. പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ കൂടിയിട്ടായിരുന്നു. പിന്നെ രാത്രി നമുക്കിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വിറവ് ചേട്ടൻ അത് വെട്ടി ഒടിച്ച് വെച്ചു, അതെടുത്ത് വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം സാമ്പാറും വിഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ ഞാൻ മുട്ട ഇതുപോലെ ചിക്കിയൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ കുറച്ച് മുട്ട ചിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് മീൻ ചേട്ടൻ ഓൾറെഡി തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മസാലയൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാനത് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ അതൊക്കെ ഒരു സൈഡിലായിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും അച്ഛൻ അവിടെ വിറവ് ഒടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അടക്കി കയ്യിലൊക്കെ എടുത്ത് വെച്ച് സമാധാനിപ്പിച്ച് കൂടെ കൊണ്ടിരുത്തി. അങ്ങനെ ഒരു സൈഡിൽ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞുങ്ങളും ആ ഒരു സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയും കൂടെ ചിക്കിയൊക്കെ എടുത്തു അതിൻ്റെ കൂടെ. പിന്നെ ഞാൻ ചേട്ടൻ വെട്ടി പിടിച്ചിട്ട് വിറവെല്ലാം കൊണ്ടുവന്ന് അടുക്കിയൊക്കെ വെച്ചു. അങ്ങനെ രണ്ടുപേരും പാപ്പം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും താഴെ നിന്ന് കഴിക്കുകയാണ്. ഇപ്പം ഞാൻ താഴെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കയ്യിലെ പ്ലേറ്റൊക്കെ ഒറ്റയടിക്ക് തട്ടിയിടാനും പിന്നെ കയ്യിൽ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ കുപ്പിക്ക് വേണ്ടി കിടന്ന് വാശിയും. ഗ്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതും പിടിച്ച് കുറച്ച് താഴെ ഇടക്കുകയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലൊക്കെയാണ് ഇപ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് രണ്ടുപേരെയും കിടത്തിയൊക്കെ ഉറക്കി. അങ്ങനെ രാവിലെ ആയപ്പം അവരുടെ മധുരമില്ലാത്ത ബിസ്ക്കറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ വൈകുന്നേരം അവർക്ക് ഒരെണ്ണം കൊടുത്തു. അങ്ങനെയാണ് തീർന്നത്. അങ്ങനെ ചേട്ടനോട് പറയാൻ വേണ്ടി വിട്ടുപോയി. മാൽക്കിസിൻ്റെ 2 ബിസ്ക്കറ്റ് കൊടുത്തു. അങ്ങനെ മധുരമുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കൊടുക്കുന്നത് ഇപ്പോഴേ അങ്ങനെ അധികം മധുരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓരോന്ന് കൊടുത്തു. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. മധുരം ഉണ്ടല്ലോ, നമ്മൾ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ അധികം മധുരം കൊടുത്ത് ശീലിപ്പിക്കരുത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കൊടുക്കാം. അങ്ങനെ കറി ഒക്കെ ചേട്ടൻ ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതും മത്തങ്ങ കറിയും മീനിൻ്റെ പീരയും രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലയെല്ലാം വാട്ടി. പിന്നെ ചേട്ടന് ചായയും അച്ഛനുള്ള തേയിലവെള്ളം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കുറുക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോഴേക്കും അച്ഛൻ തേയിലവെള്ളം എടുക്കാൻ വന്നതാണ് കേട്ടോ. ഈ കുഞ്ഞാറ്റയും പൂമ്പാറ്റയും രാവിലെ ഒന്നെങ്കിൽ ഒരു 6:30 അല്ലെങ്കിൽ 6:45 അല്ലെങ്കിൽ 6:15 ആ ഒരു സമയത്തായിരിക്കും രണ്ടുപേരും എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതിന് മുന്നേയൊക്കെ ഇപ്പം നമ്മൾ എഴുന്നേറ്റ് അവരെ കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര വാശിയും വെപ്രാളവും കരച്ചിൽ നിർത്താതെ അങ്ങനെയൊക്കെയാണ്.
അതുകൊണ്ടും കൂടിയിട്ടാണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കാത്തത്. എഴുന്നേറ്റാലും കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് ഉറക്കം മുഴുക്കുന്നതിന് മുമ്പ് അടുക്കളയിലൊക്കെ കൊണ്ടുപോയിക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ വന്നാലും കരച്ചിലും നിലവിളിയും, പിന്നെ നമുക്ക് ഒരു കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിപ്പം ചെറിയ ചെറിയ പരിപാടികൾ അവരെ വെച്ചിട്ട് ചെയ്യുമെങ്കിലും നമുക്ക് ഡീപ്പായിട്ട് കുക്കിങ് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിൽ വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ഞാൻ ചെന്ന് നോക്കി ബിസ്ക്കറ്റ് പാപ്പം കഴിക്കുന്നുണ്ടോ, പൊടിച്ചിടുകയാണോ എന്ന്. ഇതിന് മധുരം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചങ്ങ് കഴിച്ചു കേട്ടോ. ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് ശീലിപ്പിക്കരുത്, നാളെ തൊട്ട് മറ്റേ ബിസ്ക്കറ്റേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ബിസ്ക്കറ്റൊക്കെ കഴിച്ച ശേഷം ഭയങ്കര പാട്ടും കൊണ്ടുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പാട്ട് പാടുന്നത്. അങ്ങനെ കൈകൊട്ടിയിട്ട് ഇതുപോലെ ഡാൻസൊക്കെയാണ്. സന്തോഷം ഉള്ളപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് പുട്ടൊക്കെ ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ അതിൽ നിന്ന് ഊറ്റി തണുക്കാനൊക്കെ വെച്ചു. അങ്ങനെ മീൻ വറുത്തതും മീൻ പീരയും മത്തങ്ങ കറി അധികം വെച്ചിട്ടില്ല. അങ്ങനെ ചേട്ടൻ അതൊന്നും അധികം കൊണ്ടുപോകത്തില്ല. എന്നാലും കുറച്ചൊരു സൈഡിൽ ചെറുതായിട്ടൊന്ന് വെച്ചു. പിന്നെ ഇലയൊക്കെ മടക്കി വെച്ചു. അങ്ങനെ പൊതിയൊക്കെ കെട്ടി. അങ്ങനെ ചേട്ടൻ പോകുന്ന സമയമായപ്പം രണ്ടുപേരും പുറത്തിറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത്. പിന്നെ നിർത്താതെ ഒരു കരച്ചിൽ ഇന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ചില ദിവസം അനങ്ങാതിരുന്ന് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് അനങ്ങാതെ ഇങ്ങ് വിടും. ചില ദിവസം നിർബന്ധമാണ് കൂടെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇന്ന് നല്ല വാശിയായിരുന്നു. അവരെ അങ്ങനെ കുറച്ച് സമയം അച്ഛൻ്റെ അടുത്ത് അപ്പൂപ്പ ഉള്ളതുകൊണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് ഇരുത്തിയ ശേഷം ഞാൻ ഒരു റൂം, ഇവരെ കിടത്തി ഉറക്കാറുള്ള അച്ഛൻ്റെ റൂമും പിന്നെ ഹാളും എല്ലായിടവും തന്നെ ഇതുപോലെ തൂത്ത് വൃത്തിയാക്കി. കാരണം അവർ കഴിച്ച ബിസ്ക്കറ്റിൻ്റെ പൊടിയും കാര്യങ്ങളും പെട്ടെന്ന് ഈ ബിസ്ക്കറ്റൊക്കെ കിടക്കുന്നതാണെങ്കിൽ ഉറുമ്പ് കയറുമല്ലോ. കുഞ്ഞുങ്ങളുള്ളിടമാണ്. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടു. മെയിനായിട്ട് അവരെപ്പോഴും ഈ സോഫയിലാണ്. ഇപ്പോൾ ഈ സോഫയിൽ നിന്ന് അവർക്ക് കയറാനും ഇറങ്ങാനും ഒരു ഹൈറ്റേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഉറക്കം മുഴുത്തിൽ ഇതുപോലെ നീണ്ടു വന്ന് ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ ഇരുത്തിയാലും ഇവിടെ ആരെങ്കിലുമൊക്കെ കാണും. ഒന്നെങ്കിൽ അച്ഛനോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും. അല്ലാതെ ഒറ്റയ്ക്ക് തനിച്ച് അവർ ഇരുത്താറില്ല കേട്ടോ. എവിടെ ഇരുത്തിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളെ ശ്രദ്ധ എപ്പോഴും കൂടെ കാണും. ഇപ്പം പുറത്ത് തന്നെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ഇരിക്കുകയാണെങ്കിൽ അവിടെ അച്ഛൻ കസേരയിട്ട് കാണും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടവും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ട് അവർക്ക് ഇഷ്ടമുള്ള പാവക്കുട്ടികളെയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കെറ്റിൽ ചൂടുവെള്ളമൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ അടുക്കളയെ കൂടി കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരുപാട് പാത്രമൊന്നും ഇല്ലായിരുന്നു കഴുകാൻ. ചേട്ടൻ രാവിലെ ഫുഡ് വയ്ക്കുന്നതോടൊപ്പം കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് പാത്രമൊക്കെ എടുത്ത് കഴുകുകയും പിന്നെ കുറച്ച് കിച്ചൺ ഏരിയയൊക്കെ ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ഉണ്ടായിരുന്നു. നമ്മളിപ്പം കിച്ചൺ ഏരിയ ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ പിന്നെ ഈ കുരുട്ടീച്ച, ഈച്ച, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര അധികം വരത്തില്ല. പിന്നെ ഈ സമയം കിട്ടാത്ത സമയത്താണ് ഈ എല്ലാം കഴിഞ്ഞ ശേഷം വന്ന് ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ അവരെ കുളിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഒതുക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. ചില സമയം കുഞ്ഞുങ്ങൾ നിർബന്ധവും സമയമൊക്കെ ഒരുപാടാവുന്ന സമയത്ത് അവരെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഗ്യാസിൻ്റെ ഏരിയയും കിച്ചൺ ഏരിയയും ഫുള്ളും ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടു. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വിശപ്പായിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതുപോലെ കുറുക്കൊക്കെ കാണുന്ന സമയത്ത് മുഖമൊക്കെ വെട്ടിച്ച് മാറ്റും. പിന്നെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ രുചി വായിലേക്ക് എത്തുമ്പം അതും കുടിക്കും കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും രണ്ടുപേരും ഉണ്ടാക്കിയ കുറുക്കെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുടിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ കുടിക്കാതെ ചില ദിവസം അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചില ദിവസം അങ്ങനെയാണ്. കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അങ്ങനല്ലേ. വിശപ്പും കാര്യങ്ങളൊന്നും ചില ദിവസം അവർ കഴിക്കില്ല. അങ്ങനെ ഇപ്പോൾ എന്തായാലും രണ്ടുപേരും കൊടുത്ത് കുറുക്കൊക്കെ കുടിച്ചു. പിന്നെ ഇതുപോലെ ഇരുന്ന് തരാനാണ് പ്രയാസം. ഇപ്പോൾ കൈ കൊണ്ടുവന്ന് വന്നാലും അതങ്ങ് തട്ടിക്കളയാനും പിന്നെ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇതാണ്. ഇപ്പോൾ കൊണ്ടുവച്ചേക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് കയ്യിലിരുന്നാലും ഇങ്ങനെ ഒറ്റയടിക്ക് തട്ടും കേട്ടോ. അത് കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അത്രയും സൂക്ഷിക്കും. അങ്ങനെയാണ്. അങ്ങനെ രണ്ടുപേരും കുറുക്കൊക്കെ കുടിച്ച് ആസ്വദിച്ചൊക്കെ ഇരിക്കുകയാണ്. ഒരു പാവക്കുട്ടികൾ കുറേ ഉണ്ടെങ്കിലും പാവക്കുട്ടിയൊന്നും വേണ്ട. അവിടെ കിടക്കുന്ന വല്ല ചെറിയ പേപ്പറുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കൈ കൊടുത്ത കുറച്ച് സമയം അവിടെ ഇരിക്കും. അങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത ശേഷം കുറച്ച് സമയം കളിക്കാനൊക്കെ വിട്ടു. അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് മേളിലൊക്കെ വന്നു അവരുടെ കളിവണ്ടി ഇരിക്കുന്നിടവും പിന്നെ ഹാളും പിന്നെ നമ്മുടെ കിടക്കുന്ന ബെഡ്റൂമും എല്ലാം നീറ്റ് ചെയ്ത്, അതായത് ക്ലീനാക്കി വയ്ക്കാൻ വേണ്ടി വന്നു. കുഞ്ഞുങ്ങൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേൽക്കുമ്പം ഇതുപോലെ എല്ലാം അലങ്കോലമൊക്കെ ആയി കിടക്കും.
പിന്നെ അവരെ ഉറക്കുന്നതിന് മുന്നെയാണ് ഇതെല്ലാം ചെയ്തിടുന്നത്, അല്ലെങ്കിൽ അവരെ ഉറക്കിയ ശേഷമായിരിക്കും. അങ്ങനെ ബെഡൊക്കെ വന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ട്, പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം പുതപ്പും എല്ലാം തന്നെ മടക്കിയൊക്കെ വെച്ചു. പിന്നെ കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കുന്നത് പായിലാണ്. പിന്നെ ഞാനോ ചേട്ടനോ ഉള്ള സമയത്ത് മാത്രമായിരിക്കും, നമ്മൾ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് ഇതുപോലെ ബെഡ്, അതായത് നൈറ്റ് മാത്രമായിരിക്കും ഇങ്ങനെ കിടത്തുന്നത്. അങ്ങനെ രാവിലെ ഞാൻ ഒന്നെങ്കിൽ അച്ഛൻ്റെ റൂമിൽ താഴെ ഇട്ട് ഉറക്കും, അല്ലെങ്കിൽ ഇതുപോലെ മുകളിൽ പായ വിരിച്ച് കിടത്തും. അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട ശേഷം പായൊക്കെ വിരിച്ചിടും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഡൈപ്പർ ക്ലോത്ത്സ് ഉണ്ട്, അത് കഴുകിയത് ഉണങ്ങിയിട്ടില്ല. അത് ചെറുതായിട്ട് വെയിൽ വന്നപ്പോഴേക്കും ഞാനത് പുറത്തൊക്കെ കൊണ്ടിട്ട് കുഞ്ഞുങ്ങൾ കിടത്താനുള്ള പായൊക്കെ വിരിച്ചിട്ടു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഇടാനുള്ള ഉടുപ്പെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ കഴുകാനുള്ള തുണിയൊക്കെ കൊണ്ടിട്ടു. അതിനുശേഷം കുഞ്ഞുങ്ങളെ രണ്ടുപേരെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അതിന് മുന്നേ തന്നെ ചൂടുവെള്ളം എല്ലാം എടുത്ത് മുകളിലേക്ക് കൊണ്ടുവച്ചു. അങ്ങനെ രണ്ടുപേരെയും ഉടുപ്പൊക്കെ മാറ്റി രണ്ടുപേർക്കും വിറ്റാമിൻ D3 മരുന്നൊക്കെ കൊടുത്ത്. ഈ വിറ്റാമിൻ D3യുടെ കുപ്പി കാണുമ്പോഴേ പിടിവാശിയാണ് കേട്ടോ. അത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടും അത് എടുക്കാൻ വേണ്ടിയിട്ടും. അത് കൊടുക്കാത്തതിന് ഭയങ്കര നിർബന്ധമാണ്. അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ അനങ്ങാതൊക്കെ ഇരിക്കും. അങ്ങനെ രണ്ടുപേരും മരുന്നൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് സമയത്തേക്ക് ഭയങ്കര നിർബന്ധവും കാര്യങ്ങളും വാശിയൊക്കെ. അങ്ങനെ താഴെ എൻ്റെ തലയിടുന്ന ബണ്ണ് കിടന്നു, അത് എനിക്ക് എടുത്ത് തരികയാണ് കുഞ്ഞാറ്റപ്പെണ്ണ്. പിന്നെ പൂമ്പാറ്റപ്പെണ്ണിൻ്റെ കയ്യിൽ ഞാൻ മരുന്നിൻ്റെ കുപ്പി കൊടുത്തിട്ട് അപ്പോൾ തന്നെ വാങ്ങിക്കും. താന്ന് പറഞ്ഞപ്പോഴത്തേന് തിരിഞ്ഞിരിക്കുകയാണ്, ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പേടിച്ചിട്ട്. ഞാൻ അപ്പോൾ തന്നെ വാങ്ങിച്ചു കേട്ടോ അത്. അങ്ങനെ ഞാനത് വാങ്ങിച്ചതെല്ലാം എടുത്ത് വെച്ചപ്പോഴേക്കും പിന്നെ രണ്ടുപേരെയും കട്ടിലിൽ നിന്ന് എടുത്ത് താഴെ ആക്കി. ഒറ്റയ്ക്ക് കട്ടിലിൽ ഇരുത്താറില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ച ശേഷം രണ്ടുപേരെയും ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തി. അങ്ങനെ അവരെ ഉറക്കിയ ശേഷം ഞാൻ കഴുകിയ തുണിയെല്ലാം കൊണ്ടുവന്ന് വിരിച്ചിട്ടു. അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അവർ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അവർ പിരിയൊക്കെ എഴുതിയിട്ടായിരിക്കും കുളിക്കാനൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പം പിരികം എഴുതുന്ന സമയത്ത് നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഞാൻ കുളിച്ചിട്ട് വന്ന ശേഷം പിരികം എഴുതാമെന്ന് കരുതി. കാരണം അവർ ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനോ ഒന്നിനും സമ്മതിക്കത്തില്ല. എപ്പോഴും നിർത്താതെ കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെ പിരികം എഴുതുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടി ഉറക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും കുറേ സമയമെടുത്ത് പിരിയൊക്കെ എഴുതി സുന്ദരി കുട്ടികളാക്കി വീണ്ടും അനങ്ങാതെ പായിലേക്ക് കിടത്തി ഒരു നീണ്ട ഉറക്കത്തിലേക്ക് രണ്ടുപേരും കിടന്നു. അങ്ങനെ അവരെ ഉറക്കി കിടത്തിയ ശേഷം താഴേക്ക് പോയി പുട്ടും പഴവും കൂടെ കഴിക്കാമെന്ന് കരുതി. ഇപ്പം കടയിൽ നിന്ന് വെജിറ്റബിൾസ് വാങ്ങിക്കുമ്പോഴോ പഴം വാങ്ങിക്കുമ്പോഴോ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരട്ടപ്പഴവും അതുപോലെ ഇരട്ട ക്യാരറ്റും അത് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അത് നമ്മൾ ചോദിച്ചൊന്നും വാങ്ങിക്കുന്നതല്ല, ഒന്നുകിൽ അച്ഛനോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ പോയി വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഇരട്ടക്കുട്ടികളാണല്ലോ. ഇതൊക്കെ ഒരു യാദൃച്ഛികമായിട്ടാണ് നടക്കുന്നതെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഒരു ചെറുതായിട്ടൊരു സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ച് മക്കളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഒരാൾ കണ്ണൊക്കെ തുറന്ന് കണ്ടേ വിളിച്ചേന്ന് പറഞ്ഞ് അങ്ങോട്ട് കളിയും തുടങ്ങി കേട്ടോ.